നമസ്കാരം. പ്രതിസന്ധിയുടെ സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന അഭ്യർത്ഥനയുമായി പ്രധാനമന്ത്രി. ബി.ജെ.പിയുമായുള്ള ബാന്ധവം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്നതെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടികൾ ഫലം കണ്ടു തുടങ്ങിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയല്ല ശ്രീമതിയെ വിലക്കിയതെന്നും പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് പി.കെ. ശ്രീമതി സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കേണ്ടെന്ന നിലപാട് സ്വീകരിച്ചതെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. കേരളം മാവോയിസ്റ്റ് മുക്തമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. അതിനാൽ മാവോയിസ്റ്റ് സ്വാധീന മേഖലകളുടെ പട്ടികയിൽ നിന്നും കേരളത്തെ ഒഴിവാക്കി. കാശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങിവരുന്നത് ശത്രുക്കൾക്ക് ഇഷ്ടമായില്ല. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആയുധക്കരുത്ത് കാട്ടി അറബിക്കടലിൽ നാവികസേന അഭ്യാസ പ്രകടനം നടത്തി. പടക്കപ്പലിൽ നിന്ന് മിസൈൽ പരീക്ഷണവും നടത്തി. പഹൽഗാമിലെ ഭീകരാക്രമണം തടയുന്നതിലെ രഹസ്യാന്വേഷണ വീഴ്ച ഇപ്പോൾ ചർച്ചയാക്കേണ്ടതില്ലെന്ന് ശശി തരൂർ. പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായ ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നത് തുടരുന്നു. ഇതുവരെ 10 ഭീകരരുടെ വീടുകളാണ് തകർത്തത്. കേരളത്തെക്കുറിച്ച് ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരണ്ടെന്ന് വി.ഡി. സതീശൻ. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.